സ്നേഹമുള്ള ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ VPA കുട്ടി സാഹിബ്, വേദിയിലുള്ള സമാദരണീയരായ നേതാക്കന്മാർ, വിശിഷ്ട അതിഥികൾ, പ്രമുഖരായ വ്യക്തിത്വങ്ങൾ, ഉദ്യോഗസ്ഥ പ്രമുഖർ, സദസ്സിലും ഈ പരിപാടിയിലുമായി പങ്കെടുക്കുന്ന Britco&Bridcoയുടെ അലൂമിനി, സ്നേഹനിധികളായ ഓൺട്രപ്രണേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ ഈ പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കണമെന്നും നിങ്ങളോട് നേരിട്ട് സംസാരിക്കണമെന്നും അതിയായി ആഗ്രഹിച്ചതായിരുന്നു. പക്ഷേ അവിചാരിതമായ ഒരു കാരണം കൊണ്ട് എനിക്ക് ഈ സമയത്ത് എത്തിച്ചേരാൻ സാധിച്ചില്ല. അതിലേറെ പ്രയാസമുണ്ട്. കാരണം Britco&Bridcoയുടെ വളർച്ചയുടെ ആരംഭം മുതൽ ആ സ്ഥാപനവുമായി അഭേദ്യമായ ബന്ധം വ്യക്തിപരമായുള്ള ഒരാളാണ് ഞാൻ. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രൊമോട്ടേഴ്സുമായിട്ടും അതിലെ പ്രധാനപ്പെട്ട ഡയറക്ടേഴ്സുമായിട്ടും ചെയർമാൻ ഉൾപ്പെടെയുള്ള പദവിയിലിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തിത്വങ്ങളുമായിട്ടെല്ലാം വളരെ നേരത്തെ തന്നെ നേരിട്ടും അല്ലാതെയും പരിചയപ്പെടുകയും അവരുടെ പ്രവർത്തനങ്ങളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. 96-ലാണ് ഈ പ്രമുഖമായ ഈ സ്ഥാപനം ഒരു വലിയ പ്രസ്ഥാനമായി വളരാനുള്ള ചുവടുവെപ്പുകൾ ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺവക്കേഷൻ സെറിമണി എന്ന് പറയുമ്പോൾ അത് ആ കോളേജിലെ വിദ്യാർത്ഥികൾ നേടുന്ന സർട്ടിഫിക്കറ്റിൻ്റെ വിതരണം മാത്രമാണ്. എന്നാൽ Britco&Bridco എന്ന് പറയുന്ന ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ കോൺവക്കേഷൻ പോലും ഒരു മഹത്തായ പ്രഖ്യാപനവും ഒരു മഹത്തായ സൂചനയും സന്ദേശവുമായി സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നു എന്നത് ഏറെ അഭിമാനവും പ്രതീക്ഷയും നൽകുന്ന കാര്യമാണ്. ഒരു സ്ഥാപനം അതിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണത്തിന് പകരം ആ സ്ഥാപനത്തിൽ പഠിച്ച അലൂമിനിയെ ഒരുമിച്ചിരുത്തി അവരുടെ പ്രചോദനം കൊണ്ട് പുതിയ വിദ്യാർത്ഥികളെ കൂടുതൽ ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്ന തരത്തിലേക്ക് വളരുന്നു എന്ന് പറയുന്നത് അതിൻ്റെ ഔന്നിത്യമാണ്, അതിൻ്റെ കാഴ്ചപ്പാടിൻ്റെ വൈവിധ്യമാണ്. ഒരുപക്ഷെ ഒരു സ്ഥാപനം നടത്തുക, അതിൽ കുറേ കുട്ടികളെ പഠിപ്പിക്കുക എന്നതിനപ്പുറം ഒരു രാഷ്ട്രത്തെ മുന്നിൽ നിർത്തി കാഴ്ചപ്പാടുകൾ രൂപീകരിക്കാൻ Britco&Bridcoയുടെ ടീമിന് സാധിച്ചു എന്നതാണ് അതിലേറ്റവും വലിയ മഹത്തായ കാര്യമായി ഞാൻ കാണുന്നത്. കേവലം നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അവസരം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു വിദ്യാർത്ഥി ഒരു കോഴ്സിന് ചേരുന്നതോടുകൂടി തന്നെ ആ വിദ്യാർത്ഥി ഒരു ഓൺട്രപ്രണറായി മാറുകയും ആ ഓൺട്രപ്രണർ ഈ രാജ്യത്തിൻ്റെ വളർച്ചയുടെ ഒരു ഘടകമായി തീരുകയും ചെയ്യുന്നു എന്ന പ്രത്യേകത Britco&Bridcoക്ക് മാത്രമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ തരത്തിലുള്ളൊരു വലിയ മുന്നേറ്റം നടത്തുന്ന ഈ സ്ഥാപനത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ പിന്തുണയും സ്നേഹവാത്സല്യങ്ങളും അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അതുപോലെ തന്നെ ഓൺട്രപ്രണേഴ്സായ യുവ ശക്തിയിൽ വിശ്വാസമർപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ലോകം അതിവേഗം ടെക്നോളജി എന്ന് പറയുന്നത് ഇന്ന് മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ അഭേദ്യമായ ഒരു ഭാഗമായി തീർന്ന കാലമാണ്. ഒരു 10 വർഷം മുമ്പ് വരെ ടെക്നോളജി നമുക്കൊരു ആവശ്യം മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ടെക്നോളജി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് മൊബൈൽ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ അവയവം പോലെ നമുക്ക് പ്രധാനമായി തീരുന്നത്. നമുക്ക് ഇന്നൊരു മൊബൈലില്ലാതെ പുറത്തിറങ്ങിയാൽ നമ്മളൊരു വസ്ത്രം ധരിക്കാതെ പുറത്തിറങ്ങിയതിനേക്കാളും വലിയ പ്രശ്നമായിരിക്കും. നമ്മളുടെ സ്റ്റേഷൻ എല്ലാം അതാണ്, നമ്മളുടെ ലോകം അതാണ്. നമ്മളൊരു മൊബൈലിലേക്ക് ചുരുങ്ങുന്നു എന്നതിനപ്പുറത്ത് മൊബൈൽ വഴി നമ്മളൊരു ലോകത്തിലേക്ക് പടരുന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം യഥാർത്ഥത്തിൽ നമ്മളൊരു മൊബൈലിലേക്ക് ചുരുങ്ങുകയല്ല ചെയ്യുന്നത്. ഒരു മൊബൈൽ നമ്മുടെ ജീവിതവും നമ്മുടെ കാഴ്ചപ്പാടുകളും എല്ലാം ആവുകയാണ്. ഒരു 10 ഗാഡ്ജറ്റ്സ് എങ്കിലും നമുക്ക് മൊബൈലിലേക്ക് മാത്രം ചുരുക്കപ്പെട്ടു എന്നുള്ളത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ്. നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 ഗാഡ്ജറ്റ്സുകളെങ്കിലും നമ്മുടെ കൂടെ കൊണ്ടു നടക്കേണ്ടതിന് പകരം നമുക്കൊരു മൊബൈൽ ഫോണിലേക്ക് നമ്മുടെ ജീവിതം മാറിയ കാലമാണ്. മാത്രമല്ല, നമ്മളുടെ ഈ വരുന്ന ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ടെക്നോളജി നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുകയും അതിൻ്റെ എല്ലാ വശവും നമ്മൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു കാലമാണ്. ഇന്ന് സോഷ്യൽ മീഡിയയുടെ അനിതര സാധാരണമായ സ്വാധീനം യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ തീർത്തും സുതാര്യമാക്കി മാറ്റിയിരിക്കുന്നു. നമുക്കാർക്കും നമ്മുടേതല്ലാത്ത ഒരു ജീവിതം ഇനി ഫേസ്ബുക്കിനെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിനെ മറച്ചു വെച്ചുകൊണ്ട് നമുക്കൊരു ജീവിതം ഉണ്ടാവില്ല. കാരണം എത്ര കാലം നമ്മുടെ കൂടെ ഈ ആപ്ലിക്കേഷനുകൾ യാത്ര ചെയ്യുന്നുവോ അവിടെയെല്ലാം ഈ ആപ്ലിക്കേഷനുകൾ നമ്മുടെ എല്ലാ ജീവിതത്തെയും പകർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ
നമ്മുടെ നാടിനാവശ്യമുള്ള ഏറ്റവും പ്രധാനം ഈ ഗാഡ്ജറ്റിലേക്ക് മാത്രം മനുഷ്യൻ ഒതുങ്ങുമ്പോൾ ഈ ഗാഡ്ജറ്റിനകത്ത് അത്ഭുതങ്ങൾ കണ്ടെത്താനുള്ള, അവസരങ്ങൾ കണ്ടെത്താനുള്ള, സാധ്യതകൾ കണ്ടെത്താനുള്ള, തൊഴിലിടങ്ങൾ കണ്ടെത്താനുള്ള, വിനിമയ സംവിധാനങ്ങൾ കണ്ടെത്താനുള്ള സാധ്യതയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കണം. അത്തരമൊരു വലിയ ഇനീഷ്യേറ്റീവ് ഇവിടെ ബ്രിട്കോ എടുക്കുമ്പോൾ അതിൻ്റെ ഈ ഒരു ഉദ്ഘാടന വേദിയിൽ ഉദ്ഘാടകനായി എന്നെ ക്ഷണിച്ചത് എൻ്റെ ഒരു പ്രിവിലേജായിട്ട് ഞാൻ കാണുന്നു. വളരെ സന്തോഷപൂർവ്വം, പ്രത്യേകിച്ച് മുത്തുക്ക എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എൻ്റെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് ഞാൻ എന്തായാലും വരാം എന്ന് പറഞ്ഞതായിരുന്നു, പക്ഷേ എത്തിച്ചേരാൻ കഴിയാത്തതിലുള്ള ക്ഷമ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ മൻസൂറും എൻ്റെ ഒരു വലിയ അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമാണ്. ബ്രിറ്റ്കോ&Bridcoയുടെ ഡയറക്ടേഴ്സും മാനേജ്മെൻറ്റ് ടീമും എല്ലാം എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. അലുമിനി അത്ഭുതമുണ്ടാക്കുന്ന ഈ ഘട്ടത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളോടെ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.